അപ്പോൾ അത്രയും സൗകര്യമായിട്ട് നമ്മൾ കേരള ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ ആ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഒരു പ്രധാനമായും നമ്മളവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ എങ്ങനെ പോകുന്നു, നമ്മുടെ സ്കൂളിൽ നിന്ന് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു ഉത്കണ്ഠ കാണും. പക്ഷെ അവിടെ എന്ന് പറയുന്ന കാരണം ഇപ്പോഴത്തെ ഒരു ചുറ്റുപാട് സാറിനറിയാമല്ലോ, മീഡിയ മാധ്യമങ്ങളിൽ കൂടി ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസും ഇല്ല. അവിടെ ആൾക്കാർ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഏത് രാത്രി വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം, നമുക്ക് സഞ്ചരിക്കാം. അവിടുത്തെ ഗതാഗത സൗകര്യം ബസ്സായാലും ടാക്സി ആയാലും നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതുപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ലൊരു റെസ്പെക്റ്റാണ് അവിടുത്തെ ലോക്കൽസിൽ നിന്ന് കിട്ടുന്നത്. നിയമം കറക്റ്റാണല്ലോ, നിയമം കർശനമാണ്. അതുപോലെ അവിടെ വിദേശികൾ കുറവാണ്. നമ്മൾ 12,000 സ്റ്റുഡൻറ്റ് ഇന്ത്യൻസ് ഉണ്ട്. പിന്നെ മലയാളികൾ കുറച്ച് പേരാണ് അവിടെയുള്ള കുറേ ടോപ്പ് ബിസിനസ്സുകാർ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്.